സ്കൂളിൽ നിന്നൊക്കെ വന്നു വെച്ചാൽ സമയം പോക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. പിന്നെ അതുങ്ങൾക്ക് ഈ തീറ്റ വാരിട്ട് വിടുമ്പോൾ നല്ല രസമുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഒരു ലോസയിലോട്ടാണ്. പിന്നെ നമ്മുടെ ഒരു പാഷൻ്റെ ഒരു ഇതിൽ വളർത്തുന്നൊന്നും ഉള്ളൂ. 5-6 പശുവായിട്ട് തുടങ്ങിയതാ. പശു വീട്ടിലോട്ട് മൊത്തം ഇറങ്ങിയിട്ട് ഏതാണ്ട് 9 കൊല്ലത്തിന് മേളിലായി. ഈ പുതിയ കൂട് വന്നിട്ട് ഏതാണ്ട് 4 കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് പശു കൂടാവും കൂടി 25 പേരുണ്ട്. ഒരു ദിവസം നമുക്ക് 120-130 ലിറ്റർ പാലെടുത്ത്. പേടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ തൊഴിക്കുമോ എന്നുള്ളത്. നമ്മൾ 1-2 തവണ എൻ്റെ അടുത്ത് കയറി പരിചയപ്പെട്ടൊക്കെ വരുന്ന കഴിയുമ്പോൾ പിന്നെ ഒരു പേടി അല്ലാതാവും. ഫാമിലി ആയിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവരെ ഇട്ടിട്ട്. തീറ്റ അരിയുന്ന അതൊക്കെയാണ് ഇപ്പം എനിക്കുള്ള ജോലി. പിന്നെ ചേട്ടനില്ലാത്തപ്പോൾ കറവ അതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ട്. തൊഴിലാളികളെ വെച്ച് ചെയ്താൽ ഇത് മുന്നോട്ട് പോവുകയില്ല. നമസ്കാരം. കോട്ടയത്തെ 2 കുട്ടി ക്ഷീര കർഷകരെ പരിചയപ്പെടാം. 19 വയസ്സുകാരനായ ഏബലും 9ാം ക്ലാസ്സുകാരനായ ആൽബിനുമാണ് ആ കുട്ടി കർഷകർ. കോട്ടയം വാഴൂർ കണയങ്കൽ ജൂബിൻ്റെയും സെലിൻ്റെയും മക്കളാണ് ഇരുവരും. അതിരാവിലെ എഴുന്നേറ്റ് ഈ പശുഫാമിലെ 25ഓളം പശുവിനെ ഇവർ പരിപാലിക്കുന്ന ആ കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ്. നമുക്ക് കുട്ടി കർഷകരുടെ വിശേഷങ്ങൾ കാണാം. ഏബലേ, എങ്ങനെയാണ് ഇപ്പോൾ? തിരക്കാണോ? തിരക്കുണ്ട്. നമുക്ക് ഫാമിൻ്റെ പരിപാടികൾ തന്നെ ഇങ്ങനെ നടക്കുന്നു. പിന്നെ ചെറിയൊരു ജോലിയുണ്ട്, അതിൻ്റെ ഒക്കെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ രാവിലെ ഈ പശുവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്? രാവിലെ ഒരു 3 മണിയാകുമ്പോൾ എണ്ണീക്കും. പപ്പ ആയിരിക്കും ആദ്യം എണ്ണീക്കുന്നത്. പപ്പ എണ്ണീറ്റിട്ട് മമ്മി എന്നെ പുറകെ എണ്ണീക്കും. മമ്മി അപ്പോഴത്തേക്ക് കാപ്പിയിട്ട് പപ്പായും ഞങ്ങളെല്ലാം കൂടെ എണ്ണീറ്റ് ഞാൻ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എണ്ണീക്കുന്നത്. 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി മമ്മി ചാണകം കോരി കൊടുക്കും. പപ്പാവ് കൊണ്ടുപോയി കളഞ്ഞ് വന്നേച്ച് ഒരുവിധം തീരുമ്പോഴത്തേക്ക് പപ്പ കുളിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് മമ്മി ആ ഉള്ള ചാണകം മുഴുവൻ കോരി കഴിഞ്ഞേച്ച് പാത്രം മമ്മി കഴുകും. ഞാൻ വന്നേച്ച് എൻ്റെ മെഷീനും കഴുകി പശുവിനെ ചേർത്തിച്ച് പിടിപ്പിച്ച് കറക്കാൻ തുടങ്ങും. കറവ ഞാനൊരു 2 എണ്ണത്തിനെ കറന്ന് അതങ്ങ് ഒഴിക്കും. പപ്പ അപ്പോഴത്തേക്ക് പപ്പായ്ക്കുള്ള ഒരു 3 എണ്ണം, അത് ആ 3 എണ്ണത്തിനെ കറന്നൊഴിച്ച് മമ്മി അപ്പോഴത്തേക്കും പാലെടുക്കാനായിട്ട് തുടങ്ങും. ലോക്കൽ സെയിലിനുള്ളത് എടുത്തൊരു 6:30-6:45 ആകുമ്പോഴത്തേക്ക് പരിപാടി തീർന്ന് പപ്പ അപ്പോഴത്തേക്ക് ലോക്കൽ പാലും കൊണ്ട് പോകും വീടുകളിൽ കൊടുക്കാനായിട്ടുള്ളത്. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ മിച്ചമുള്ള കറവ തീർക്കാനായിട്ടുള്ള കൂടെ തീർത്ത് കുടി കൊടുക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ പപ്പ വന്നേച്ച് പപ്പ സൊസൈറ്റിയിലോട്ടുള്ള പാലുണ്ട്, അതും കൊണ്ട് കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പരിപാടിയെല്ലാം തീർത്തിടും. പിന്നെ പപ്പ വന്നേച്ച് തീറ്റ വാരിയിട്ട് കൊടുക്കും. പപ്പായ്ക്ക് കൈതയ്ക്ക് പോകേണ്ട ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ അനിയന് തീറ്റ വാരിയിട്ട് കൊടുക്കും. അതോടുകൂടെ അനിയനും ആക്റ്റീവാണ്. അവനാണ് തീറ്റ അരിയുന്നതും. പപ്പ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തീറ്റ വാരിയിട്ട് കൊടുക്കാനും ഒട്ടുമിക്ക കാര്യങ്ങളും കൂടും. പിന്നെ വൈകുന്നേരം അമ്മ വന്നേച്ച് അമ്മയും കൂടും. നമ്മളിപ്പം പശു വീട്ടിലോട്ട് മൊത്തം ഇറങ്ങിയിട്ട് ഏതാണ്ട് 9 കൊല്ലത്തിന് മേളിലായി. ഈ പുതിയ കൂട് വന്നിട്ട് ഏതാണ്ട് 4 കൊല്ലമായിട്ടുള്ളൂ. പുതിയ കൂട് പണിതായത്. ഇതിന് പിന്നെ വീടിനടുത്തായിരുന്നു, നേരെ ഇപ്പുറം തന്നെ ആയിരുന്നു ഒരു പഴയ കൂടുണ്ടായിരുന്നു. അത് 12 പശുവിൻ്റെ കൂടായിരുന്നു. അതിനകത്തപ്പോൾ ആളെണ്ണം കൂടി ഒട്ടും ഇത് പറ്റാതായപ്പം ഇപ്പോൾ ഏതാണ്ട് പശു കൂടാവും കൂടി 25 പേരുണ്ട്. ഇണങ്ങി നമ്മളായിട്ട് കുഴപ്പമില്ല. എല്ലാവർക്കും പേരുണ്ട്. അതിൽ നിന്ന് നമ്മളങ്ങനെ ആദ്യം നിൽക്കുന്ന ആള് ജാൻസിന്ന്, പിന്നെ കണ്ണനുണ്ട്, ഒരു പാപ്പനുണ്ട്, പിന്നെ ഗീറും ഉണ്ട്, കമലയുണ്ട്, ദത്തും ഉണ്ട്. പിന്നെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു 3 എണ്ണത്തിനെ ചെല്ലക്കുഞ്ഞുങ്ങളെ എന്ന് തന്നെ വിളിക്കുന്നത്. അതിൻ്റെ അമ്മയുടെ ആ പശുവിൻ്റെ തള്ളപ്പശു അതിനെ കൊണ്ടുവന്ന് ഇവിടെ ചാമ്പാൽ ചെല്ലന്തറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. അപ്പോൾ അതിനെ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ചെല്ലമേ എന്ന് വിളിച്ച് അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ചെല്ലക്കുഞ്ഞെന്ന് വിളിച്ച് അങ്ങനെ ആ പേരാക്കി. പിന്നെ ഉള്ള ഒരു പോത്തും കൂട്ടൻ, അവനെ രാമാന്ന് വിളിക്കും. അതുപോലെ വേറെ 2-3 പശുക്കളുണ്ട്, ഞങ്ങളെല്ലാം പാപ്പാന്ന് തന്നെ. 2 പാപ്പന്മാരും കൂടെ ഉണ്ട്. പിന്നെ മാത്തയുണ്ട്, മാടയുണ്ട്. പിന്നെ മൂരിക്കുട്ടന്മാർ, പടയപ്പ. മറ്റേ ആൾക്ക് ഞാനങ്ങനെ പേരിട്ടിട്ടില്ല. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പേര് വിളിച്ച് പരിചയപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് ഇങ്ങനെ ഇതിനെ നോക്കാനും സ്നേഹിക്കാനൊക്കെ? പരിപാടി ഭയങ്കര താല്പര്യമുള്ള കേസാണ്. ഇഷ്ടമുണ്ട് എന്ന് വെച്ചാൽ നമുക്കത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല.
എങ്ങനെയുണ്ട് നമുക്കിപ്പം ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞ് ഈ പശു വളർത്തലിലൊക്കെ വരുമെന്ന് പറഞ്ഞ ചുരുക്കമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറ്റുന്നത്? എങ്ങനെ തോന്നുന്നു? നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും അല്ല. മെയിനായിട്ട് ഈസിയാ. മെയിനായിട്ട് ആൾക്കാർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചാണകത്തിൻ്റെ മണം, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ തൊഴിക്കുമോ എന്നുള്ളത്. നമ്മൾ 1-2 തവണ എൻ്റെ അടുത്ത് കയറി പരിചയപ്പെട്ടൊക്കെ വരുന്ന കഴിയുമ്പോൾ പിന്നെ ഒരു പേടി അല്ലാതാവും. പിന്നെ ഇത് ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, നിങ്ങളുടെ അത് ചാണകം പറ്റിയിരിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പം ഒരു അലർജിയാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നും ആരും ഈ ഫീൽഡിലോട്ട് വരാനായിട്ട് പൊതുവെ വരുന്നില്ല. എന്നാലും ഉണ്ട്, ഒത്തിരി പേരുണ്ട്, ചെറുപ്പക്കാർ പിള്ളേർ ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ സഹായമായി മാറുന്നത്? അവരെന്താ പറയുന്നത്? അവർക്കിത് സപ്പോർട്ടീവാണ്. കാരണം പപ്പായ്ക്കാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു 3 പേര് നിൽക്കുന്ന 3 പേരേ ഉള്ളൂ കറക്കാനായിട്ട് പാടുള്ളൂ. അവരെ പെട്ടെന്നൊന്ന് മെഷീൻ എടുത്തേച്ചൊന്ന് കൈ കയറുന്നാലും മതി. പപ്പായ്ക്കും എവിടെയെങ്കിലും പോകാം. ഇപ്പോൾ എനിക്കാണെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പപ്പായ എടുത്ത് പറഞ്ഞാൽ പപ്പായ്ക്ക് മെഷീൻ പിടിപ്പിച്ച് വിടാം. ഇപ്പോൾ ചെയ്യാനായിട്ട് ഒരുവിധം എല്ലാവർക്കും ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല ഇവരെ ഇട്ടിട്ട്. കൂട്ടുകാരൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോകുന്നതൊക്കെ അപ്പൊ അവരൊക്കെ കളിക്കാനുള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇവരെ പശുവിനെ നോക്കുന്നത്. അല്ല, നമുക്ക് എല്ലാം നമ്മുടെ പ്രായക്കാരെ തന്നെ 19-20 വയസ്സുള്ളവരാ. അവരൊക്കെ വരും. അതിൽ നിന്നൊരു ഫ്രണ്ട് ആനയുള്ളതാണ്. അപ്പോൾ പുള്ളിയൊക്കെ ആയിട്ടാണ് കമ്പനി. ആള് വരും, ഇടയ്ക്ക് വീട്ടിൽ വരും. അപ്പം ഒരു കമ്പനിക്കാരൻ്റെ വണ്ടിയും കൊണ്ടൊക്കെ വരും, കഴുകും, ഇവിടെ ഇട്ട് കഴുകും, പിടിക്കും, എന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് അവരിവിടെ വരും, വൈകുന്നേരങ്ങളിലൊക്കെ വരും, കമ്പനി കൂടി വെച്ച് തിരിച്ചു പോകും. ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ തന്നെ. ഉച്ച കഴിഞ്ഞൊരു 1:30 കൂടി ആയിരിക്കും. അപ്പോൾ കൂടിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. ചില ദിവസങ്ങളിൽ പശുവിനെ നോക്കും, നമ്മൾ അതിന് മുന്നേ തന്നെ വന്ന് നോക്കും ചെളി ഇതുങ്ങളുടെ ദേഹത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതെൻ്റെ അനിയൻ ആൽബിൻ. ആള് ഇപ്പം 8 നിന്ന് 9 ഈ വർഷം 9 കയറിയാണ്. അവനാണ് ഇവിടെ തീറ്റ അരിയുന്നതും ഞാനില്ലാത്ത ദിവസങ്ങളിൽ കറവയും പരിപാടികളും ഒക്കെ അവൻ തന്നെയാണ്. ഇത് നമ്മൾ തീറ്റ അരിയുന്ന ചാപ്പട്ടർ മെഷീനാണ്. കൈത അരിയുന്നത്, കൈത പോത അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അരിഞ്ഞു കൊടുക്കാനായിട്ടുള്ള മെഷീനാണ്. പിന്നെ കൂടിനകത്ത് കറവ മെഷീന്, പ്രഷർ വാഷർ കഴുകാനായിട്ട് എല്ലാവിധ മെഷീൻ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും ഉണ്ട്. മെഷീൻ ഉപയോഗിച്ചും കറവയുണ്ട്, കൈക്കറവയുണ്ട്. പപ്പ ആയിരിക്കും കൈക്കറവ് ചെയ്യുന്നത്, ഞാൻ മെഷീൻ കറവയാണ്. എനിക്ക് കൈക്ക് ചെറിയ വിഷയമുള്ളതുകൊണ്ട് കൈക്കറവ പറ്റത്തില്ല. അനിയനും രാവിലെ എണ്ണയിക്കുക. അനിയച്ചാൽ ഇച്ചിരി താമസിച്ച് എണ്ണയിക്കുന്നത്, എന്നാലും ആള് ആക്റ്റീവാ. ആള് വരും, ഇറങ്ങി വരും. മടിയൊന്നും തോന്നത്തില്ല. നമുക്ക് ചെയ്യേണ്ട പരിപാടികളായതുകൊണ്ട് ഇല്ലേലും അപ്പം ഞാൻ ചെയ്യും. ആൾക്കുള്ള പരിപാടിയാണ് തീറ്റ അരിച്ചില്ല. അപ്പം അവൻ വന്നാൽ അത് അരിഞ്ഞിടും. നമുക്കപ്പോൾ പരിപാടി എളുപ്പമുണ്ട്. അപ്പോൾ ഓരോരുത്തർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് പരിപാടി ഓരോ സെക്കൻഡ് ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് പരിപാടി തീരെ. ഇഷ്ടമാണോ ഈ പശുക്കിടാവിനെയൊക്കെ? അതുങ്ങളെ ഇഷ്ടമാണ്. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നു വെച്ചാൽ ഒരു സമയം പോക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. പിന്നെ അതുങ്ങൾക്ക് ഈ തീറ്റയൊക്കെ വാരിട്ട് വിടുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നവരെ ഇതുങ്ങളെ പോയി തൊട്ടേച്ചൊക്കെയാണ് പോകുന്നത്, തലോടിയേച്ചൊക്കെ പോകുള്ളൂ. അല്ല, എല്ലാവരും ഇടുന്ന പേര്. ഒന്നേ ഞാൻ ഇടും, അല്ല ചേട്ടനിടും, അല്ല അച്ഛനും അമ്മമാരും ഇടും. അങ്ങനെ എല്ലാവരും കൂടെ ഇടുന്നത്. ഇപ്പം ഏകദേശമൊക്കെ ഇത് പഠിച്ചു. പിന്നെ തീറ്റ അരിയുന്ന അതൊക്കെയാണ് ഇപ്പം എനിക്കുള്ള ജോലി. പിന്നെ ചേട്ടനില്ലാത്തപ്പോൾ കറവ അതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. കൃഷി ഇപ്പം മത്തന് അങ്ങനെ നട്ടിട്ടുണ്ട്. തണ്ണിമത്തനുണ്ട്, നോർമൽ മത്തനുണ്ട്, ചീര, പിന്നെ ഉള്ള പാഷൻ ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് ചെടിയൊക്കെ പിന്നെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതൊക്കെ ആയിട്ട് പോകും. ഫുള്ളായിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുമോ, വലിയ അവധി ആയതുകൊണ്ട്. കളിക്കാൻ ഇടയ്ക്കൊക്കെ പോകും, അവിടെ കളിയുള്ള സമയത്ത്. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഒന്നേ ഇവിടെ ഇരിക്കും, അല്ലെ വീട്ടിൽ ഇരിക്കും. കഷ്ടപ്പെട്ടിട്ട് വരുമാനം എന്ന് പറയുമ്പം നമുക്കിപ്പം ഒരു മാസം ഏതാണ്ട് ഒരു ഇവരുടെ ചിലവ് തന്നെ അറൗണ്ട് ഒരു 70 രൂപ 80 രൂപ വരും. അപ്പോൾ പിന്നെ പോയിട്ട് നമ്മുടെ കയ്യിൽ ഒരു 40 രൂപ അത്രയൊക്കെ കാണുള്ളൂ. അത് തന്നെ ആയിരിക്കും ലോൺ അടഞ്ഞു പോകുന്നത്. പിന്നെ
മെയിൻ വിഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പശുക്കൾക്ക് ഈ വയറിളക്കം, അതുപോലെ കാലിത്തീറ്റകളിലുള്ള വിഷയം, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അതുപോലെ പാല് വില, അത് ഒരു ആഴ്ച 10 രൂപ കൂടിക്കഴിഞ്ഞാൽ പെല്ലറ്റിന് 15 രൂപ കൂടുന്ന അവസ്ഥയാണ് ഇപ്പം. അപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഒരു ലോ സെയിലോട്ടാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു പാഷൻ്റെ ഒരു ഇതിൽ വളർത്തുന്നേ ഉള്ളൂ. നമുക്ക് നിലവിൽ ഇപ്പോൾ ലോസ് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്നൊരു ആളെ നിർത്തിയിട്ടില്ല ജോലിക്ക്. പിന്നെ മെയിനായിട്ട് നമ്മൾ 4 പേര് ഇതിനകത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലോസ് പറ്റാത്തത്. അല്ലാതെ അമ്മ ടീച്ചറാണ്, അംഗനവാടി ടീച്ചറാണ്. അപ്പം നമ്മുടെ ഈ ഫീൽഡിൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബംഗാളികളെ നിർത്തുക, വെളിയിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ നിർത്തി ചെയ്യിക്കാനുള്ള ഒരു പരിപാടി. അപ്പം അവർക്കൊരു മാസം ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണം 15,000 രൂപ സാലറി. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ 30 to 40 രൂപ വരെ സാലറി വരും. അപ്പോൾ അവരെയൊക്കെ വെച്ച് ചെയ്യുമ്പം ഈ പെല്ലറ്റിൻ്റെ വിഷയം, പെല്ലറ്റിൻ്റെ റേറ്റ് അതിനും കൂടുതലാണ്. ആ പാലിന് അത്രയും റേറ്റ് കിട്ടുന്നില്ല. ഇപ്പം 60 രൂപ പാല് ലിറ്റർ വില ഉണ്ടെങ്കിൽ നമ്മൾ 60 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആളെ എടുക്കുകയില്ല. ഒരു 55 രൂപ 58 രൂപ മാക്സിമം, അതിനപ്പുറത്തോട്ട് എടുക്കുകയില്ല. അപ്പം ഈ ഒരു റേറ്റിൽ പോകുമ്പോൾ അവർക്ക് ആ ഒരു ലോസാണ്. പൊതുവെ ഫീൽഡ് ലോസേലാണ്. ഇല്ല, അച്ഛൻ ഇത് തന്നെ, ഫാം തന്നെ. അച്ഛൻ നേരത്തെ KSRTCയിലായിരുന്നു. ഇപ്പം അതിൽ നിന്ന് KSRTC ഡ്രൈവറായിരുന്നു. പപ്പ പൊൻകുന്നം ഡിപ്പോയിലായിരുന്നു ഡ്രൈവറായിട്ട്. അപ്പം അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞേച്ച് പിന്നെ ഇതിലോട്ട് ഫാമിലോട്ട് തന്നെ തിരിഞ്ഞു. ആദ്യം ഫാം ഉണ്ടായിരുന്നു, നമുക്ക് ഒരു 5-6 പശുവായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അതിൽ നിന്ന് ഇപ്പം KSRTCയിൽ പപ്പ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത്രമായിട്ട് കൂട്ടി നമ്മൾ. മെച്ചപ്പെട്ട വരുമാനമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് എന്തെങ്കിലും അസുഖം പെട്ടെന്ന് ചാടിക്കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ചെറിയൊരു പാട് വരും. എനിക്കിപ്പോൾ ഇതുള്ളതുകൊണ്ട് നമുക്ക് വേറെ ജോലി നോക്കുന്നില്ലാത്ത ഞാൻ. ഇതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്, പരിപാടി സമാധാനമുണ്ട്. പശുക്കളെ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ലേ? നല്ല രീതിയിൽ പോകാം. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ട്. തൊഴിലാളികളെ വെച്ച് ചെയ്താൽ ഇത് മുന്നോട്ട് പോവുകയില്ല. കുട്ടികൾ രാവിലെ എൻ്റെ ഒപ്പം ഇറങ്ങി വരും. എന്നെ സഹായിക്കാനായിട്ട് മൂത്തവൻ ഇറങ്ങിയതാണ്. അവൻ പിന്നെ ഇതിനകത്ത് ആയിപ്പോയി. ഒരു കുഴപ്പമില്ല. വെളുപ്പിനെ 3 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടികൾ കഴിയും. ഒരു 7-7:30 ആകുമ്പോൾ ഇതിനകത്തെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിരും. ഞാൻ KSRTCയിൽ എംപാനലായിട്ട് ഡ്രൈവറായിട്ട് പോകുന്നായിരുന്നു. ആ സമയത്താണ് എന്നെ സഹായിക്കാൻ അവൻ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വിപുലമാക്കി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അവനെ പഠിച്ചു. കഷ്ടപ്പാടിനൊത്ത ബെനിഫിറ്റ് എന്ന് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഈ പാലിന് വില എന്ന് കൂടുന്നു അന്ന് തന്നെ കാലിത്തീറ്റയുടെ വില കൂടുന്നു. ഒരു തരത്തിലും നമുക്ക് രണ്ടറ്റവും കൂട്ടിയെത്തിക്കാൻ മേലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുള്ളിക്കാരത്തി അംഗൻവാടി ടീച്ചറാണ്. പുള്ളിക്കാരത്തിയും രാവിലെ വരും പാല് പാക്ക് ചെയ്യാനൊക്കെ, ചാണകം വാരി തരുന്ന ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ കൊടുത്തേക്കുക. അപ്പോൾ ഇളയവന് കൈത അരിഞ്ഞു കൊടുക്കുക, പിന്നെ ലോക്കൽ പാൽ കൊണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള അതുകൊണ്ടാണ് അല്ല പാൽ കൊണ്ട് കൊടുക്കുക, വീടുകളിൽ കൊടുക്കുകയാണ്. നമ്മൾ ഈ സൊസൈറ്റിയിലേക്കാട്ടിലും കൂടുതൽ ലോക്കൽ സെയിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് 60 രൂപ വെച്ചുള്ള വില കിട്ടും നമുക്ക്. ഇത് നമ്മുടെ സാധാ ബ്രീഡ് ജേഴ്സി, ഇത് 2 ജേഴ്സി, ഇത് സുനന്ദിനി, ഇത് ഗീർ ക്രോസ്, അപ്പുറം നിൽക്കുന്നത് ഗീർ ക്രോസ്, സൈവാൾ ഗീർ ക്രോസ്, ഒരു HF, പിന്നെ അത് ഓസ്ട്രേലിയൻ ജേഴ്സി എന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്ക് 120-130 ലിറ്റർ പാലെടുത്ത് വലിയ ധനികനാകുകയൊന്നുമില്ല, എന്നാലും കാര്യങ്ങൾ നടന്നു പോകും. ഇത് ക്ഷീരമേഖലയിൽ നിന്നൊക്കെ എന്തെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടിയാലേ. ഇപ്പം ഈ മേഖല അതായത് ഒത്തിരി കർഷകർ ഇതിനകത്തുനിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാമത് തൊഴിലാളി പ്രശ്നം, തൊഴിലാളികളെ കിട്ടാൻ അന്യസംസ്ഥാന തൊഴിലാളികളല്ല ഇതിനകത്ത് കൂടുതലും. പിന്നെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ ശമ്പളം കിട്ടുകയില്ല. ഇന്ന് ഒരു കൂലിപ്പണിക്ക് പോയാലും രൂപ 1000 അത് വെച്ച് നോക്കുമ്പോൾ കിട്ടില്ല. പിന്നെ ഇത്രയും ലക്ഷം രൂപ മുടക്കി ചെയ്യുമ്പോൾ പിന്നെ ആരുടെ മുന്നിൽ കൈ നീട്ടണ്ട എന്നുള്ളൊരു
തന്നെ നമുക്ക് മുതലാളി നമ്മൾ തന്നെ. അതങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. KSRTCയിൽ താൽക്കാലികമായി ഉണ്ടായിരുന്ന ഡ്രൈവർ ജോലി മതിയാക്കിയാണ് ജൂബിൻ പൂർണ്ണമായും പശുവളർത്തലിലേക്ക് തിരിഞ്ഞത്. ഒപ്പം സഹായത്തിന് മക്കളും കൂടിയായതോടെ പൂർണ്ണ പിന്തുണയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, സാധാരണ കുട്ടികളൊക്കെ ഈ പശുവളർത്തൽ രംഗത്തേക്ക് കടന്നു വരാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ഇത് ആസ്വദിച്ച് ഈ പശുക്കളെ പരിപാലിക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ വളരെ രസമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ക്ഷീരമേഖലയ്ക്ക് നൽകിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂവെന്നുകൂടി ജൂബിൻ ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. അത്തരത്തിൽ ഇത്തരം യുവതലമുറ വരെ ഈ ക്ഷീരരംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ട പിന്തുണയാണ് ക്ഷീരവകുപ്പും സർക്കാരുമൊക്കെ ചെയ്ത് നൽകേണ്ടതെന്ന് കൂടി അറിയിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.